ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമുക്കൊരു മീൻ വറുത്താലോ. അതായത് നമ്മുടെ നാടൻ രീതിയിൽ നാടൻ ടേസ്റ്റോട് കൂടിയ ഒരു ഫിഷ് ഫ്രൈ. അത് നല്ല മുരിഞ്ഞ ഫിഷ് ഫ്രൈ നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ. ഓക്കെ, ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു 3 അല്ലി നമ്മുടെ ചുവന്നുള്ളി, അതുപോലെ ഒരു 4 അല്ലി നമ്മുടെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുക്കും. അതേപോലെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പച്ച കുരുമുളക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഓക്കെ, ഇത് നമ്മുടെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നത്. അതായത് പച്ചക്കുരുമുളക് ഇല്ല എങ്കിൽ നമുക്ക് ഉണങ്ങിയ നമ്മുടെ ബ്ലാക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുടംപുളി 1 പീസ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടി. അത് നമുക്ക് കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി നമ്മുടെ ഇഷ്ടം പോലെ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചേർക്കുക, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വേണം നമ്മൾ, അതായത് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ച് വേണം ഇത് അരച്ചെടുക്കാൻ. വേറെ ഒന്നും ചേർക്കണ്ട, വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ നമ്മൾ കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മീനിൻ്റെ അരപ്പ് എപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ. ഒട്ടും വെള്ളം കൂടിപ്പോകരുത്, വെള്ളം ഒഴിച്ച് അരയ്ക്കാതിരിക്കുക, വെളിച്ചെണ്ണയിൽ അരച്ച് എടുക്കുക. ഓക്കെ, ഇനി ഈ അരപ്പ് നമുക്ക് മീനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. മീൻ ഇത് നമ്മുടെ ചുവന്ന മീൻ അല്ലെ കിളിമീൻ എന്നൊക്കെ പറയുന്ന മീനാണ്. അതുപോലെ തന്നെ 1-2 മത്തി ഞാൻ ഇതിൻ്റെ അകത്തിട്ടിട്ടുണ്ട്. അന്നേരം ഇതിലേക്ക് നല്ലതുപോലെ ഏത് മീനാണെങ്കിലും നമുക്ക് ഈ ഒരു മസാല കൊണ്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് എടുക്കാം. ഓക്കെ, അന്നേരം ഇതിൻ്റെ അരപ്പ് നമ്മളെല്ലാ മീനിലേക്കും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഈ മസാല നമ്മൾ അരച്ചെടുക്കുമ്പോൾ തന്നെ ഒരു ലേശം എടുത്ത് നാക്കിൽ വെച്ച് രുചിച്ച് നോക്കുക. കാരണം നമുക്ക് എരി കറക്റ്റാണോ, അത് ഉപ്പ് കറക്റ്റാണോ, പുളി കറക്റ്റാണോ, എല്ലാം ഇപ്പം തന്നെ നോക്കിയതിന് ശേഷം മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, മീൻ നല്ലതുപോലെ നമ്മൾ ഇതേപോലെ വരഞ്ഞ് എടുക്കണം. കണ്ടോ, ആ വരയിൽ അകത്തേക്കെല്ലാം നല്ലതുപോലെ നമ്മൾ ഈ അരപ്പ് തേച്ച് പിടിപ്പിക്കണം. ഈ ഒരു മീനിൻ്റെ ഫ്രൈ എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഫിഷ് ഫ്രൈ ആണിത്. അന്നേരം നമ്മൾ മാക്സിമം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഇങ്ങനെ വരഞ്ഞെടുക്കുക. അന്നേരം അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ വീട്ടിൽ നമ്മുടെ ഹസ്ബൻഡിനും മക്കൾക്കും എല്ലാവർക്കും, അപ്പനും പപ്പായ്ക്കും അമ്മയ്ക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ്, നിങ്ങൾ ഈ ഒരു റെസിപ്പി വെച്ച് ഫിഷ് ഫ്രൈ ഉണ്ടാക്കി നിങ്ങളുടെ സ്നേഹമുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇമ്പ്രസ്ഡ് ആവും. അതുപോലെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു മാരിനേഷൻ നിങ്ങൾ ചെയ്ത് ഏകദേശം ഇന്ന് വൈകിട്ട് വെക്കുകയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് കഴിക്കാൻ അപ്പോഴത്തേക്കും നല്ലപോലെ മാരിനേഷനൊക്കെ പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അല്ല എങ്കിൽ ഏകദേശം ഒരു 25 മിനിറ്റ്സ് ബിഫോർ തന്നെ നമ്മൾ ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിലും നല്ലതാണ്. അന്നേരം ഇത് കണ്ടോ, എല്ലാം നല്ലതുപോലെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നെയ്മീൻ വേണമെങ്കിലും ഇതേപോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വറ്റ, അതേപോലെ മത്തി, കരിമീനും ഈ ഒരു മസാല നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അന്നേരം നമ്മൾ ഈ ഒരു മസാല തേച്ച് ഏകദേശം ഒരു 20 മിനിറ്റ്സ് വെക്കുക. അല്ല എങ്കിൽ ഓവർനൈറ്റ് നമ്മൾ വെച്ചിട്ട് നാളെ ഉച്ചക്കത്തേക്കുള്ള പരുവത്തിന് അതുപോലെ ചെയ്യുക. എങ്ങനെയാണെങ്കിലും ഇത് ഉണ്ടാക്കാൻ നല്ലതാണ്. ഓക്കെ, അതായത് നമ്മുടെ മാരിനേഷൻ ഞാനിവിടെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഒരു 20 മിനിറ്റ്സോളം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചു. കണ്ടോ, ഇപ്പം നമ്മുടെ ഫിഷ് ഇവിടെ മസാലയൊക്കെ പിടിച്ച് വറക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അന്നേരം ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വി ആർ ഗോയിങ് ടു ഫ്രൈ. നമ്മൾ മീൻ വറുക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടൊരു പാൻ വെക്കുക, അതിലേക്ക് ആവശ്യപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട. കാരണം മീനിൻ്റെ അകത്തുള്ള അരപ്പ് മുഴുവൻ പോകുന്നതുകൊണ്ട് മീൻ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീൻ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഇതേപോലെ വെച്ച് കൊടുക്കും. ഇനി ഇതിൻ്റെ അകത്ത് സ്പേസ് ഉണ്ട്, അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ മീനും കൂടെ പോകും. നമ്മൾ അതും കൂടെ വെച്ച് കൊടുക്കും. അതുകൊണ്ട് ഞാനൊരു മത്തിയും കൂടെ വെച്ച് കൊടുക്കും. കണ്ടോ, ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഇനി വറുത്ത് നമുക്ക് എടുക്കാം. കണ്ടോ, ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. പച്ചക്കുരുമുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഉണക്ക കുരുമുളക് ചേർക്കാം.
ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡ് കൂടെ ഫ്രൈ ചെയ്ത് എടുക്കണം. ഒന്ന് സൂക്ഷിച്ച് തിരിച്ചിടുക. അതിൻ്റെ മാംസം ഒന്നും ഇളകി പോകാത്ത രീതിയിൽ വളരെ കെയർഫുള്ളായിട്ട് വേണം തിരിച്ചിടുക. അപ്പോൾ പെട്ടെന്ന് മീനെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം കണ്ടാൽ തന്നെ നമുക്ക് വായിൽ ഇങ്ങനെ വെള്ളം ഊറും. അത്ര ടേസ്റ്റിയായിട്ടുള്ളൊരു ഫ്രൈ വന്നത് നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി വരുന്നു. അതേപോലെ കുറച്ച് കറിവേപ്പില നമ്മൾ ഈ ഫ്രൈ ഉള്ളിലേക്ക് ഇട്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു നല്ലൊരു കറിവേപ്പിലയുടെയൊക്കെ നാടൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫിഷ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.